ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്നില്ലേ നമ്മൾ എല്ലാം പഠിക്കണമല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിന് വേണ്ടി നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ നിങ്ങളൊന്ന് കേൾക്ക്. ഓക്കെ, പ്രകാശങ്ങൾ പ്രൊനൗൺസ് ചെയ്തു. സോ യു ഫെൽറ്റ് വെരി ഹാപ്പി. കറക്റ്റ് ആയിട്ട് പേര് ഒരാൾ വിളിച്ചത് കൊണ്ട് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾ കുഞ്ഞിച്ചിരുതയാണ്. നിങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് വിളിച്ചത് കൊണ്ട് ആദ്യമേ ഇതിൻ്റെ അകത്ത് ഡയറി എന്നാണ് കൊടുക്കുന്നത്. ക്ലാസ് 6-ൻ്റെയാണ്. ഞാനിത് കൊണ്ട് പഠിച്ചും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡയറി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഡയറി നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും പഠിച്ചോ? നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? റൈറ്റ് യുവർ ഡയറി എൻട്രി ഫോർ ദാറ്റ് ഡേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അന്നേ ദിവസമുള്ള കുഞ്ഞിച്ചിരുതയുടെ ഡയറി എഴുതാനാണ്. പേര് കുറേ ആൾക്കാർ തെറ്റിച്ചിട്ടാണ് വിളിക്കുക. സോ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടുകാരല്ല ഡയറി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇമേജ് യു ആർ കുഞ്ഞിച്ചിരുത ഓൺ ദി ഡേ യു മെറ്റ് പ്രകാശ് അങ്കിൾ. ഹി പ്രൊനൗൺസ്ഡ് യുവർ നെയിം perfectly. You felt very happy. Write you diary entry for that day. ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഡയറി എഴുതുക. പേര് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്ത പ്രകാശങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്, അന്നുണ്ടായ സന്തോഷമാണ് കുഞ്ഞിച്ചിരുതിയോട് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെ ആ കുട്ടിയുടെ ഡയറിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സോ ഡയറി എഴുതുമ്പോൾ അതിന്റെ ഫോർമാറ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതാണ് നമ്മുടെ ഡയറീസ് ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ടവർ, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് പോകുന്നുള്ളത് ഉറപ്പ് കാര്യമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഡയറി എഴുതി കഴിയുമ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് എഴുതിയാലും ഫോർമാറ്റ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. സോ ഫോർമാറ്റ് പറഞ്ഞില്ല, ഫുൾ മാർക്ക് ഗൈസ് കിട്ടില്ല ഫോർമാറ്റ് ശരിയാണെങ്കിൽ തന്നെ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നേരെ പഠിച്ചിരുന്നു. ഡയറിക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഡേറ്റും ഡിയും നമ്മൾ മറക്കാൻ പാടില്ല അല്ലെ? ഡേയും ഡേറ്റും കൃത്യമായിട്ട് നമ്മൾ എഴുതിയിരിക്കണം. പിന്നെ സ്ട്രൈക്കിംഗ് ഇപ്പം മലയാളത്തിലാണെങ്കിലും കത്തൊക്കെ എഴുതുമ്പോൾ ഡേറ്റും സ്ഥലവും ഡേയും ഒക്കെ എഴുതാൻ പറയും. അപ്പോഴത്തേക്കിന് നമ്മൾ എഴുതേണ്ടില്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. പ്രകാശ് അങ്കിൾ ഇംഗ്ലീഷ്. ഓക്കെ, ഒരു ഓപ്പണിംഗ് ഉണ്ടാവണം അല്ലെ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് അൺഫോർഗെറ്റബിൾ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടുണ്ടായ കാര്യങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ എഴുതുക. ഇതാണ് നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ്. സോ ഈ ഒരു ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യും? അപ്പം നിങ്ങൾക്ക് ഫോർമാറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം അടുത്ത ആ ഡയറിയുടെ ഡിയർ ഡയറി അതൊക്കെയാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഡിയും കൊടുത്തിട്ടുണ്ട്, ഡേറ്റും കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പണിംഗും കൊടുത്തിട്ടുണ്ട് ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് അല്ലെ? ഈ എന്തൊക്കെയാ പറയുന്നത്? ടുഡേ വാസ് സച്ച് എ സ്പെഷ്യൽ ഡേ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അല്ലെ? ഐ മെറ്റ് എ പേഴ്സൺ നെയ്മഡ് മിസ്റ്റർ പ്രകാശ് അറ്റ് ദ കൺഫെക്ഷണറി സ്റ്റോർ. ഞാൻ പ്രകാശിനെ അല്ലെങ്കിൽ പ്രകാശ് അങ്കിളിനെ സ്റ്റോറിൽ വെച്ച് കണ്ടുമുട്ടി. ഹി ലുക്സ് അലോൺ ലൈക്ക് മൈ ഹരീഷ് അങ്കിൾ. എന്റെ ഹരീഷ് അങ്കിളിനെ പോലെയുണ്ട് ഇദ്ദേഹത്തിനെയും കാണാൻ. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് വാസ് when he called me by my name for the first time in New Jersey. Someone outside my family pronounced കുഞ്ഞിച്ചിരുത perfectly. ഏറ്റവും ആദ്യമായിട്ട് അദ്ദേഹം എന്റെ പേര് വിളിച്ചപ്പോഴാണ് ഞാൻ ആകെ അമ്പരന്ന് പോയത്. എന്റെ വീട്ടുകാരല്ലാണ്ട് ഈ ന്യൂ ജേഴ്സിയിൽ എന്റെ പേര് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്ത ഒരേ ഒരാൾ ആരാണ്? ഈ പ്രകാശ് അങ്കിൾ ആണ് അല്ലെ? പെർഫെക്റ്റ് ആയിട്ട് എന്റെ പേര് കുഞ്ഞിച്ചിരുത എന്ന് വിളിച്ചത് അദ്ദേഹമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. പക്ഷെ എനിക്കും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്നാണെന്നൊന്ന് കമന്റിലൂടെ ഒന്ന് പറഞ്ഞേക്കും. മലയാളം, അത് മാത്രല്ല മലയാളത്തിൽ എന്നോട് സംസാരിച്ചു. It made me feel like I was back home in Kerala for a moment. ഒരു നിമിഷം ഞാൻ കേരളത്തിൽ തിരിച്ചെത്തിയ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് കിട്ടിയത് അല്ലെ? സോ ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈ നെയിം നൗ. അതുകൊണ്ട് തന്നെ എന്റെ പേരിൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. ഇറ്റ് കണക്ട്സ് മീ ടു മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. കാരണം എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പേരാണിത് അല്ലെ? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എ സ്ട്രേഞ്ചർ ഹിയർ എനിമോർ. സോ എനിക്കിവിടെ ഒരു സ്ട്രേഞ്ചർ ആണ് എന്ന് തോന്നുന്നതേ ഇല്ല. സോ കുഞ്ഞിച്ചിരുത എന്ന പേര് കൊടുത്തിട്ട് അത് ഇന്ത്യ അല്ലെ? സോ അപ്പോൾ അതിൻ്റെ അകത്ത് കുഞ്ഞിച്ചിരുത എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളായിട്ട് തന്നെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അവർ വായിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളും നമ്മുടെ ബുദ്ധി തലയ്ക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് വായിച്ചു നോക്കണം. Monday 5th October 10 PM. Dear Dara, today was such a special day. I met a person named Mr. Prakash at the confectionery store. He looks a lot like my Harish uncle,
But the best part was when he called me by the name. For the first time in New Jersey, someone outside my family pronounced Kunnichirda perfectly. He even spoke to me in Malayalam. It made me feel like I was back home in Kerala. For a moment, I feel so proud of my name now. If connected me to my great grandmother, I don't feel like a stranger here anymore. എന്ന് എഴുതിയിട്ട് ലാസ്റ്റ് കുഞ്ഞിച്ചിരുന്ന. ഇങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലെ ഡയറി ചോദിച്ചാൽ എഴുതേണ്ടതെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് 9ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഗൈസ് കഴിഞ്ഞ് അടുത്ത് നോക്കാം. എഡിറ്റിംഗ് എന്തായാലും വരും, ഉറപ്പായിട്ടും എഡിറ്റിംഗ് വരും. അപ്പം നമുക്ക് ഹലോ മക്കളെ, നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ ഇത് വേണ്ട, പെണ്ണുങ്ങളുടെ വല്ലതും വെച്ചാൽ മതി. ഇത് കണ്ടോ, ചീബിയുടെ പടത്തിലെ എന്തോ സൈലന്റ് ഓടിക്കണം. സൈലന്റ് ഒന്ന് അത് പറഞ്ഞപ്പോൾ സൈലന്റ് ഫോർ ഗേൾസ് മതി. എഫ് എന്തിയേ? ഫോർ ഗേൾസ്. ഫോർ ഗേൾസ്. ഇത് നമുക്ക് ഓടിച്ചു വിടാം കേട്ടോ. ഇത് മറ്റേ വേറെ സൈലന്റ് വന്നേന്നൊക്കെയാണ്. കഷ്ടമുണ്ടടാ, നിർത്തിയങ്ങ് അപമാനിക്കാണ്. റോസം കൊണ്ടേ മിസ് വരുള്ളൂ. വർത്താനം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ ടെൻഷൻ അടിക്കുന്ന ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം 15 മിനിറ്റ് നമ്മൾ എന്താ മക്കളെ പറയാ, ബെല്ലടിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് 15 മിനിറ്റ്സിന് ഒരു പേരുണ്ടല്ലോ, നിങ്ങളെ മിസ്സിനെ മുത്തുമണി എന്ന് വട്ടപ്പേര് വിളിക്കുന്നത് പോലെ. ഈ ആദ്യത്തെ 15 മിനിറ്റിന്റെ പേരെന്താ? യെസ്, ഹലോ ഹായ് മക്കളെ, നമുക്ക് നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ക്യാരക്ടർ സ്കെച്ചാണ് മിസ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാവേ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു, അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ആ 2 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാന്ന് എനിക്ക് ഇപ്പോഴേ അറിയാനാണെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസിറ്റീവ്. നല്ലൊരു സാധ്യതയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ആരതാണെന്നറിയോ? നമ്മുടെ ചിബിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. കേട്ടോ. സോ 3 ക്യാരക്ടേഴ്സിനാണ് ചാൻസ് കൂടുതലുള്ളത്. ചിബി, കുഞ്ഞിച്ചിരുത ആൻഡ് വില്യം. ഓക്കെ, വില്യമിന്റെ ചാപ്റ്റർ മിക്കവാറും ആർക്കും അധികം സ്കൂളിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് എനിക്കൊന്ന് കുറെ പേർക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് റിസൾട്ട് പറഞ്ഞത് കേട്ടോ. സോ അതുകൊണ്ട് വില്യമിന്റെ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ വില്യമിന്റെ ക്യാരക്ടർ സ്കെച്ച് മിസ് ഉറപ്പായിട്ടും ലൈക്ക്. ഇതാണ് ഗൈസ് അല്ല ചീബി. ലൈവില് പറയൂട്ടോ. സോ നിങ്ങൾ ലൈവിൽ ഉണ്ടായിട്ടും വരണേ. ഓക്കെ, സോ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്നുള്ളതാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനു മുൻപ് ഒരു കാര്യം മുൻപ് മിസ് നമുക്ക് നോക്കടാ. ഈ ചിബിന്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്തതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരാം. എന്താണ്? ഒന്ന്, ചിബി ഭയങ്കര ഷൈ ആയിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചിബിനെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നത്? ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റോറിയിൽ ചിബിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിബി എന്താണ്?
അല്ലെ ആ സ്കൂളിലെ ഫസ്റ്റ് ഡേ എന്താണ് ഒരു സെല്ലാറിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അല്ലെ. സോ അവൻ ഭയങ്കര ഷൈ ആണ്. അവന് ചിബി എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഹി വാസ് എ ടൈനി ബോയ് അല്ലെ, ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള ഒരു ബോയ് ആയിരുന്നു. അതുകൊണ്ടാണ് അവന് ചിബി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അവൻ ഭയങ്കര ഷൈ ആണ്. അവന് ടീച്ചേഴ്സിനെ പേടിയായിരുന്നു. അവന് ക്ലാസ്മേറ്റ്സിന് അല്ല അവന് ഫ്രണ്ട്സിന് ഒന്നും ആരും ഫ്രണ്ട്സ് ഒന്നും അവൻ ഉണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും ചെയ്യുന്നത് എന്തായിരുന്നു? ഹി വുഡ് അല്ലെ ലുക്ക് അപ്പ് ഓൺ ദ റൂഫ് അല്ലെ, ഒന്നെങ്കിൽ സീലിംഗ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സിന്റെ ഷർട്ടിൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ജനവാതിലിന് പുറത്തേക്ക് അല്ലെ വിൻഡോന്റെ പുറത്തേക്ക് നോക്കിയിരിക്കുകയൊക്കെയാണ് ചെയ്യാം. പിന്നെ അവൻ എന്താണ് അല്ലെ അത് അപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പഠിക്കാൻ. ഇത് ചിബിയുടെ ക്യാരക്ടറിൽ ഇത് എന്നാ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം കണ്ടോളൂ. സൈഡ് ഓഫ് ദ മൗണ്ടന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് അവൻ വന്നുകൊണ്ടിരുന്നത് സ്കൂളിൽ അല്ലെ. എല്ലാ ദിവസവും ഹി ഡിഡ്ന്റ് മിസ് ദ സ്കൂൾ എ സിംഗിൾ ഡേ. ഒരു ദിവസം പോലും സ്കൂൾ മിസ്സാക്കിയിരുന്നില്ല. എല്ലാ ദിവസവും അവൻ സ്കൂളിൽ വരുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തരം ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ ചുറ്റിനും ഒരെണ്ണം എഴുതിയിട്ടില്ല. ചുറ്റിനും ഫസ്റ്റ് പെർഫെക്റ്റ് അറ്റൻഡൻസ് ഇമിറ്റേറ്റ്സ് ക്രോസ് സ്ലോ പോക്ക് ടു ക്രോബോയ്. അവനൊരു ക്രോബോയ് ആയിരുന്നു. ഷൈ ടൈനി ബോയ്, അവനൊരു ടൈനി ബോയ് ആണെന്നൊക്കെ പറയുന്നത് അല്ലെ. ഈവൻ ഓൺ റെയിനി ഡേയ്സ് അല്ലെ, അതുപോലെ തന്നെ എന്നും ലഞ്ചിന് എന്താക്കി ഇതൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ മിസ് വില്യം ഇസ് ദ നെയിം മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. ഓക്കെ, അതായിരിക്കും ആദ്യത്തെ സെന്റൻസ് കേട്ടോ. Chibi was a tiny boy in the story Crowboy. He was very shiny and quiet in class. Most of the time he kept to himself and did not talk much. He was very shy and quiet in class. ഭയങ്കര നാണം കുടുങ്ങിയായിരുന്നു, ഭയങ്കര അല്ലെ ഷൈ ആൻഡ് ക്വയറ്റ് ആയിരുന്നു കേട്ടോ. Most of the time he kept to himself and did not talk much with others. ഞാൻ ഈ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ ഗൈസ്. അപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അവൻ കൂടുതൽ സമയം എന്താണ് ആരെടുത്തും സംസാരിക്കാറില്ലായിരുന്നു. അവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, അലോൺ ആയിരുന്നു അല്ലെ, അലോൺ ആയിരുന്നു. Though he was slow in his work and was often called a slowpoke. അപ്പൊ അവൻ എല്ലാ കാര്യവും ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവൻ എന്താ വിളിക്കുന്നത്? സ്ലോ പോക്ക് എന്നാണ് വിളിക്കുന്നത് അല്ലെ. He always came to school regularly. പക്ഷെ അവൻ എന്താണ് എല്ലാ ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. His attendance was perfect അല്ലെ, എല്ലാ ദിവസവും എന്താണ് അവൻ സ്കൂളിൽ വരുന്നതുകൊണ്ട് അവന്റെ അറ്റൻഡൻസ് പെർഫെക്റ്റ് ആയിരുന്നു. ചിബി ഹാഡ് എ സ്പെഷ്യൽ ടാലന്റ്. അവനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റ് ഉണ്ടായിരുന്നു. എന്താണ് ആ ടാലന്റ്? എന്താണ്? യെസ്, he could imitate the voices of crows so well that everyone in the class was surprised. ക്ലാസ്സിൽ എല്ലാവരും സർപ്രൈസ് ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തു? ക്രോസിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു അല്ലെ. At first nobody noticed him, but in the end his skill made him a hero. ആദ്യം അവൻ ആരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവസാനത്തിൽ എന്താണ് അവന്റെ സ്കില്ലാണ് അവനെ ഹീറോ ആക്കുന്നത്. Chibi showed that even a shy and quiet boy can have something wonderful to share. അല്ലെ, അപ്പൊ ചിബിന്റെ ക്യാരക്ടർ നമുക്ക് എന്താ മനസ്സിലായത് അല്ലെ? ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഷൈ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും എല്ലാവർക്കും എന്തുണ്ട്? എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്നുള്ളതാണ് പഠിക്കുന്നത് അല്ലെ. സോ ഇങ്ങനെയാണ് ചിബിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ കുഞ്ഞിച്ചിരുതയുടെ ക്യാരക്ടർ സ്കെച്ച് കുഞ്ഞിച്ചിരുതയുടെ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, പിന്നെ കാണിക്കാം. അപ്പം ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എന്നാണ് ഞാൻ പറയണത്. ഒത്തിരി പഠിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ബൈ.